നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ ആരോപണ വിധേയയായ മാസപ്പടി കേസിൽ ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ ആരോപണം തിരിച്ച് മാത്യു കുഴൽനാടൻ MLA. റവന്യൂ വകുപ്പുമായി കേസ് നടക്കുന്ന മിച്ചഭൂമിയിൽ ശശീന്ദ്രൻ കർത്തയുടെ കമ്പനിക്ക് ടൂറിസം പദ്ധതി തുടങ്ങാൻ ശുപാർശ നൽകിയെന്ന ആരോപണമാണ് മാത്യു ഉന്നയിച്ചത്. മുഹമ്മദ് റിയാസിനെ സംശയനിഴലിൽ നിർത്തിക്കൊണ്ടാണ് മാത്യുവിന്റെ നീക്കം. അതേസമയം മന്ത്രിക്കെതിരെ നേരിട്ട ആരോപണം മാത്യു ഉന്നയിച്ചിട്ടില്ല. ആലപ്പുഴ കളക്ടർ അധ്യക്ഷയായ ജില്ലാതല സമിതിയിൽ കർത്തായുടെ പദ്ധതിയെ ടൂറിസം പ്രതിനിധി അനുകൂലിച്ചു. പദ്ധതി നടപ്പാക്കാവുന്നതാണെന്ന് സമിതി ലാൻഡ് ബോർഡിന് ശുപാർശയും നൽകി. മന്ത്രിയുടെ ഭാര്യയ്ക്ക് കർത്തായുടെ കമ്പനി പണം നൽകിക്കൊണ്ടിരിക്കുമ്പോഴാണ് പദ്ധതിക്ക് അനുകൂലമായി ശുപാർശയുണ്ടായത്. ഇതിന് മന്ത്രി നിർദ്ദേശിച്ചോ എന്നറിയാൻ അന്വേഷണം നടക്കണമെന്ന് കുഴൽനാടൻ കോടതിയിൽ ആവശ്യപ്പെട്ടു. അതേസമയം മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെയും മകളുടെയും പങ്കു തെളിയിക്കുന്നതെന്ന് അവകാശപ്പെട്ട് 5 രേഖകൾ മാത്യു കുഴൽനാടൻ വിജിലൻസ് കോടതിയിൽ ഹാജരാക്കി. മുഖ്യമന്ത്രി പിണറായി വിജയൻ, മകൾ ടി വീണ എന്നിവരുടെ പങ്ക് തെളിയിക്കുന്ന രേഖകളാണ് നൽകിയതെന്നാണ് മാത്യു അറിയിച്ചത്. മാസപ്പടി കേസുമായി മന്ത്രി PA മുഹമ്മദ് റിയാസിനെ ആദ്യമായാണ് മാത്യു കുഴൽനാടൻ ബന്ധിപ്പിക്കുന്നത്. പാട്ടഭൂമിയിൽ കരിമണൽ ഖനനം നടക്കില്ലെന്ന് വന്നതോടെ കർത്തായുടെ കമ്പനി നൽകിയ ടൂറിസം പദ്ധതിക്കായി വകുപ്പിൽ നിന്ന് ഇടപെടൽ ഉണ്ടായെന്നാണ് പുതിയ ആരോപണം. കരിമണൽ ഖനനത്തിന് 2 തവണ അപേക്ഷിച്ചപ്പോഴും കളക്ടർ അധ്യക്ഷയായുള്ള ജില്ലാതല സമിതി അനുമതി നൽകാതെ സർക്കാരിലേക്ക് അയക്കുകയാണ് ചെയ്തത്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ പുതിയ പദ്ധതി നൽകാൻ ലാൻഡ് ബോർഡ് സെക്രട്ടറി നിർദ്ദേശിച്ചു. ഇതോടെയാണ് കമ്പനി ടൂറിസം പദ്ധതി സമർപ്പിച്ചത്. എന്നാൽ ടൂറിസം പദ്ധതിക്കായി മന്ത്രി മുഹമ്മദ് റിയാസ് ഇടപെട്ടു എന്ന് നേരിട്ട് ആരോപിക്കുന്നതിന് കുഴൽനാടൻ തയ്യാറായിട്ടില്ല. ഇതേസമയം മാസപ്പടി കേസിൽ തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ 5 രേഖകൾ മാത്യു കുഴൽനാടൻ ഹാജരാക്കി. സ്വകാര്യ കമ്പനികൾക്ക് ധാതുമണൽ ഖനനത്തിന് നൽകിയ പാട്ടക്കരാറുകൾ റദ്ദാക്കണമെന്ന കേന്ദ്ര സർക്കാർ ഉത്തരവ്, KMR EML നൽകിയ പാട്ടക്കാരൻ റദ്ദാക്കണമെന്ന മൈനിംഗ് ആൻഡ് ജിയോളജി വകുപ്പ് ഡയറക്ടറുടെ ഉത്തരവ്, ഇക്കാര്യം വ്യക്തമാക്കി വ്യവസായ വകുപ്പിന് അയച്ച കത്ത്, പദ്ധതിക്ക് അനുമതി ചോദിച്ച് മുഖ്യമന്ത്രിക്ക് കമ്പനി നൽകിയ അപേക്ഷ, സുപ്രീം കോടതി വിധിയിൽ നിയമോപദേശം തേടാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചെന്ന് വ്യക്തമാക്കുന്ന വ്യവസായ വകുപ്പിന്റെ നോട്ട് എന്നിവയാണ് രേഖകൾ. അതേസമയം കരിമണൽ കമ്പനിക്ക് എന്ത് ആനുകൂല്യം ലഭിച്ചെന്ന ചോദ്യം കോടതി ആവർത്തിച്ചു. കേസ് വിജിലൻസ് പ്രത്യേക കോടതി തിങ്കളാഴ്ച പരിഗണിക്കും. മുഖ്യമന്ത്രിയും മകളും ഉൾപ്പെട്ട മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി CMRL ചെയ്തു കൊടുത്തെന്ന് ആരോപിക്കുന്ന അവിഹിത പ്രത്യുപകാരം തെളിയിക്കാനോ വിജിലൻസ് കോടതിയുടെ ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകാനോ ഹർജിക്കാരനായ മാത്യു കുഴൽനാടനായില്ല. ഹർജിയിൽ കോടതി 6-ന് വിധി പറയും. പ്രത്യേക വിജിലൻസ് കോടതി ജഡ്ജി MV രാജകുമാരെയാണ് കേസ് പരിഗണിച്ചത്. ഹർജിയിലെ ആരോപണങ്ങൾ അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ എങ്ങനെ വരുമെന്നതടക്കമാണ് കോടതി ചോദ്യങ്ങൾ ഉന്നയിച്ചത്. റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിയും ജില്ലാ കളക്ടറും CMRന് അനുകൂലമായി നൽകിയ റിപ്പോർട്ടടക്കം 4 രേഖകൾ കൂടി കുഴൽനാടൻ ഹാജരാക്കിയതോടെ അതിന്മേലും ഇന്നലെ കോടതി വാദം കേട്ടു. മാസപ്പടി കേസിൽ വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയ രേഖകൾ പത്രസമ്മേളനത്തിൽ മാത്യു കുഴൽനാടൻ MLA പുറത്തുവിട്ടു. താൻ മുൻപ് ഉന്നയിച്ച ആരോപണങ്ങളുടെ രേഖകളാണിതെന്നും മുഖ്യമന്ത്രിയുടെയും മകളുടെയും പങ്കു തെളിയിക്കുന്നതാണെന്നും അവകാശപ്പെട്ടു. കരിമണൽ ഖനനത്തിന് വാങ്ങിയ 24 ഏക്കർ ഭൂമിയിൽ ഖനനം നടക്കില്ലെന്ന് വന്നതോടെ CMRL സമർപ്പിച്ച ടൂറിസം പദ്ധതിക്കായി വകുപ്പിൽ നിന്ന് ഇടപെടലുണ്ടായി. ഖനനത്തിന് 2 തവണ അപേക്ഷിച്ചപ്പോഴും കളക്ടർ അധ്യക്ഷയായുള്ള ജില്ലാതല സമിതി അനുമതി നൽകാതെ സർക്കാരിലേക്ക് അയക്കുകയാണ് ഉണ്ടായത്.